സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് സ്ഥിതി വിവര കണക്കുകൾ എന്ന യൂണിറ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം ആണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ, നമ്മൾ 6th ക്ലാസ്സിൽ ഒരു എക്സാം നടന്നു. ആ എക്സാം എ ഗ്രേഡ് 20 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി. അതുപോലെ ബി ഗ്രേഡ് 50 പേർക്കും, അതുപോലെ 20 കുട്ടികൾക്ക് സി ഗ്രേഡ്, ദെൻ 15 പേർക്ക് ഡി ഗ്രേഡ്, 5 പേർക്ക് ഇ ഗ്രേഡ് കിട്ടി. അപ്പോൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ബാർ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാർ ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഉള്ളത് ഏതൊക്കെയായിരുന്നു നമുക്കറിയാം. ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. നമുക്കുള്ളത് എ ഗ്രേഡ് ബി സി ഡി ഇ ഇതെല്ലാം കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ്. എ കിട്ടിയത് 20, മറ്റേത് 50, 20 പേർക്ക് എ ഗ്രേഡ്, 50 പേർക്ക് ബി ഗ്രേഡ്, ആൻഡ് സി ഗ്രേഡ് 15 പേർക്ക്, ആൻഡ് ഡി ഗ്രേഡ് 5 പേർക്ക്, 15 പേർക്ക് ഡി ഗ്രേഡ്, 5 പേർക്ക് ഇ ഗ്രേഡും. ഓക്കെ, ഇത് 20 ആണേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ സൈഡിലൊരു കുത്തനെയൊരു ലൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലൈനിലാണ് നമ്മൾ ഈ ഒരു നമ്പേഴ്സ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമ്മൾ അവിടെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇവിടെ ഏതൊക്കെ നമ്പറാണുള്ളത്? 5 ഉണ്ട്, പിന്നെ 10 ഇല്ല, 50 ഉണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റുഡൻസിൻ്റെ കിട്ടിയ ഗ്രേഡ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 5, 10, 50, ഇത് 50 വരെ ഇല്ലേ? കാര്യമില്ല, കുറച്ച് സ്പേസ് ആണല്ലോ. എന്താ 5, 10, 15, 20, 25, 30, 35, 40, 45, 50 ഇങ്ങനെയാണുള്ളത് വിചാരിക്കുക. അപ്പോൾ ഈ ഇവിടെ എ ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്കാണ്? 20. ഇതവർ എഴുതുന്നുണ്ട് കേട്ടത്. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. എ ഗ്രേഡ് കിട്ടിയത് 20 പേർക്കാണ്. അപ്പോൾ 20 വരെ നമ്മൾ ആര് കൊടുക്കണം? എ ഗ്രേഡ് കിട്ടിയത് കൊടുക്കണം. ഇതാണ് എന്ത്? എ ഗ്രേഡ് കിട്ടിയത്. ഇനി ബി ഗ്രേഡ് 50 പേർക്ക്. ബി ഗ്രേഡ് എത്രയാണ്? 50 അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കേണ്ടത് ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ. കാരണം 50ൻ്റെ ആ ഒരു നേരെ വരെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെയാണ് ബി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ. ഇനി സി ഗ്രേഡ് 20 ആണ്. ഈ 20 കിടക്കുന്ന കണ്ടില്ലേ? അവിടെയാണ് കേട്ടോ ഇനി സി ഗ്രേഡ് വേണ്ടത്. അപ്പോൾ ഇവിടെ സി. ഇനി ഡി ഗ്രേഡോ 15 ദേ ഇത്രയ്ക്കുള്ളൂ അല്ലേ? കിട്ടി. ഇ ഗ്രേഡ് 5. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പിക്ചർ ഉണ്ടാവുന്നത്. ഈ ഒരു പിക്ചർ എങ്ങനെ കറക്റ്റ് വരച്ചാൽ എങ്ങനെയുണ്ടാവുന്നത് കാണിക്കാം. ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇവിടെ കണ്ടോ? ഇവിടെ നമ്മൾ 10, 20, 30 അങ്ങനെയാണ് ഇട്ടത്. പക്ഷെ ഇതിൻ്റെ ആ ഒരു പകുതി ഉണ്ടാവുമല്ലോ, ആ പകുതിയിൽ 5 ആണല്ലോ ഉണ്ടാവുക. ആ 5 ആണ് ഈ ഗ്രേഡ് കിടക്കുന്നത്. അപ്പോൾ ഓരോ എ ഗ്രേഡ് കിട്ടിയത് ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഇ. ഇത് ഏതാണ്? ഇത് ഗ്രേഡ് ആയതുകൊണ്ടാണ് ഗ്രേഡ് നേടിയത്. ഇത് സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വരയ്ക്കൽ എങ്ങനെ മനസ്സിലായില്ലേ? സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.